ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാനിവിടെ ഒരു ഇഫ്താർ നോമ്പ് തുറ വ്ളോഗുമായിട്ടാണ് വന്നത്. ഇതിനിപ്പം നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ഒരു 6:45 ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 6:45 ബാങ്ക് വിളിച്ചു. നമ്മൾ ആദ്യം ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചു. അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കിക അഫ്തർതു. ഇങ്ങനെയാണ് നോമ്പ് മുറിക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത്. പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നും ഇത് എന്താണ് ഐറ്റംസ് കൂടുതലാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റം മാത്രമാണ്. പിന്നെ ഫ്രൂട്ട്സും ബാക്കിയുള്ളത് ഒന്ന് സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് ആങ്ങളേൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഓരോന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുണ്ടാക്കി അവർക്ക് കൊടുക്കും, അവരുണ്ടാക്കി നമ്മൾക്കും തരും. അങ്ങനെയാണ് 3 ഐറ്റം വെച്ച് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വെച്ച് എടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മളെന്താ ഫുഡൊന്നും അങ്ങനെ പാഴാക്കരുതല്ലോ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു 2 സവാള, ഇത് 1.5 കിലോ ചിക്കനാണ്. അതിലോട്ട് ഞാൻ 2 സവാളയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളി ഭയങ്കര ഒരു പുളിയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ തക്കാളി ഇടാറില്ല. സവാളയും തക്കാളിയും ഇട്ട് നല്ല മുളകിൽ വെച്ച ചിക്കൻ കറിയാണ്. പിന്നെ അപ്പം വേറെ ഒന്നുമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, ഇത്രയും ഐറ്റംസാണ് ചേർത്തത്. പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. അതായത് ആദ്യം വെള്ളം ചേർക്കില്ല. നമ്മൾ മുളകും മസാലകളും ഉപ്പുമൊക്കെ അതിന് നല്ലപോലെ ചിക്കന് പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അടപ്പ് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ചിക്കൻ്റെ വെള്ളം, ഇതിപ്പോൾ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ ഒരു പകുതി വേവൊക്കെ കഴിഞ്ഞതിന് ശേഷം മുളക് എല്ലാം ചിക്കനിലൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വീണ്ടും അത് അടുപ്പത്ത് ബാക്കി വേവാകുമ്പോഴേക്ക് അത് ജസ്റ്റ് കുറുകി നല്ല ഒരു കറി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കുറുകിയ ചാറാണ് കിട്ടിയിരിക്കുന്നത്. മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക്, അത്രയും ഐറ്റംസ് മാത്രം ചേർത്തിട്ട് ഒരു ചിക്കൻ പെരട്ട് പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഇവിടെ ബ്രെഡ് പോളയുടെ ഇത് ആങ്ങളേൻ്റെ ഭാര്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് എടുത്തു. ബ്രെഡ് പോളയ്ക്ക് വേണ്ടി സവാള, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് മസാലയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ മസാല ബോണ്ട, അതായത് ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട. അതിന് വേണ്ടി നമ്മൾ 4 വലിയ ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള മസാല ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, സവാള അരിഞ്ഞത്, ഇതെല്ലാം കൂടി മസാലയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇച്ചിരി ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. മസാല നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വെക്കണം, ഉരുട്ടി വെക്കണം, ബോൾസ് ആക്കിയിട്ട് നമ്മളിത് മാവിൽ മുക്കിയിട്ട് പൊരിക്കാനുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ മൈദ മാവാണ്, ഉപ്പും ചേർത്ത് അധികം ലൂസാവാണ്ട് കുഴച്ചെടുക്കണം.